ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനൂർ പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയെയും വർഷയെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ചന്ദ്ര പറയുകയാണ്, നിങ്ങളാണ് എൻ്റെ പുന്നാര മക്കൾ, നിങ്ങളെയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചതിന് ശേഷം ടേബിൾ വന്നിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ശ്രുതിയെ പറ്റി പുകഴ്ത്തി പറയുകയാണ്, ഇവൾക്കൊരു ബ്യൂട്ടി പാർലർ ഉണ്ട്, ഇവളുടെ അച്ഛൻ മലേഷ്യയിൽ വലിയൊരു പണക്കാരനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് രേവതി അങ്ങോട്ടേക്ക് ചായയുമായിട്ട് വരുന്നത്. അതിനുശേഷം നമ്മുടെ ചന്ദ്ര വർഷയോടായിട്ട് പറയുന്നുണ്ട്, മലേഷ്യയിൽ ഒരു വലിയ ടവർ ഉണ്ടല്ലോ മോളെ ശ്രുതി, ട്വിൻ ടവർ. ആ ടവറിൻ്റെ ഉടമസ്ഥൻ ഈ ശ്രുതിയുടെ അച്ഛനാണ് എന്ന് പറയുമ്പോഴത്തേക്കും വർഷയാണെങ്കിൽ അത്യാവശ്യം പഠിച്ചതുകൊണ്ടും നെറ്റിൽ നോക്കിക്കൊണ്ടുള്ള അറിവ് കൊണ്ടും നമ്മുടെ ചന്ദ്രയുടെ കള്ളത്തരം കൈയോടുകൂടി പിടിക്കുന്നുണ്ട് കേട്ടോ. ആൻറ്റി, ഈ ഒരു കള്ള ആൻറ്റി മലേഷ്യയിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ജയിലിടും എന്നൊക്കെ പറഞ്ഞൊരു വർഷ ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ്. ചന്ദ്രയും ശ്രുതിയും ആകെ ചമ്മിനാറി നിൽക്കുകയാണ് കേട്ടോ. അതിനുശേഷം രേവതി നമ്മുടെ വർഷയോട് സംസാരിക്കാൻ നിൽക്കുന്ന സമയത്ത് ചന്ദ്ര വേഗം പറയുന്നുണ്ട്, രേവതി നിനക്ക് അടുക്കളയിൽ പണിയൊന്നുമില്ലേ എന്നും പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. വർഷയും ഇതിനിടയ്ക്ക് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതി പോയി കഴിയുമ്പോഴത്തേക്കും ചന്ദ്ര രേവതിനെ പറ്റി ഇങ്ങനെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കണം. മാത്രമല്ല, രേവതിക്കാണ് അടുക്കളയിലെ ജോലി മുഴുവൻ ചെയ്യേണ്ടത്, അവൾ ദാരിദ്ര്യം പിടിച്ച കുടുംബത്തിൽ നിന്ന് വന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ രേവതിക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വർഷ പറയുന്നുണ്ട്, ആൻറ്റി പാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലയാണ്, നമ്മുടെ ശ്രീകാന്ത് ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് വീണ്ടും ഒരു അടി കിട്ടിയ അവസ്ഥ തന്നെയാവും. ശ്രുതിയായി ചിന്തിക്കുന്നുണ്ട്, രേവതിനെ പോലെയല്ല ഇവളോട് സംസാരിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ സൂക്ഷിച്ച് കണ്ട് സംസാരിക്കണമെന്ന്. ഇവർ നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നത്. വേഗം തന്നെ വർഷ ശ്രീകാന്തിൻ്റെ അടുത്ത് നിന്നിട്ട് ചോദിക്കുന്നത്, ശ്രീകാന്ത് നമ്മുടെ മുറി എവിടെ, എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രീകാന്ത് വല്ലപ്പോഴൊക്കെയല്ലേ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ വരുമ്പോഴൊക്കെ ഹാളിൽ അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിലൊക്കെയാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വർഷ റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ശ്രീകാന്ത് എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. അന്നേരം വേഗം വർഷ പറയുന്നുണ്ട്, അല്ലെങ്കിൽ വേണ്ട നമുക്കൊന്ന് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ വിളിച്ചുകൊണ്ട് പോവാണ്. ചന്തയാണെങ്കിൽ തിരിച്ചു വരുമ്പോഴത്തേക്കും ഇവർക്കുള്ള റൂമൊക്കെ റെഡിയാക്കി വെച്ചേക്കാം എന്നൊക്കെ വർഷയുടെ വാക്ക് പറയുകയാണ് കേട്ടോ. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ശ്രുതിയെ വിളിച്ചുകൊണ്ട് ശ്രുതി തപ്പുന്നുണ്ട്. കാരണം ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തങ്ങളുടെ മുറി നഷ്ടമാകുമെന്ന് ശ്രുതിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ശ്രുതിയെ വിളിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ രേവതി റൂമിലേക്ക് പോകുന്നത് കാണുന്നത്. രേവതിയുടെ തൊട്ടുപുറത്ത് തന്നെ ചന്ദ്ര റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഈ സമയത്ത് രേവതി അവിടെ തുണി മടക്കിക്കൊണ്ട് നിൽക്കുകയായിരിക്കും. അപ്പോൾ രേവതിയോടായിട്ട് പറയുന്നുണ്ട്, എത്രയും വേഗം നീ റൂമൊന്ന് ക്ലീൻ ചെയ്യണം, ബെഡ്ഷീറ്റ് മാറണമൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും എന്താ അമ്മ ഈ മുറി അമ്മ വാടകയ്ക്ക് കൊടുത്തു എന്ന് ചോദിക്കാറുണ്ട്. വേഗം തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, നീ എന്താ എന്നെ കളിയാക്കുകയാണോ, വാടകയ്ക്ക് കൊടുക്കാനൊന്നുമല്ല, നിനക്കറിയാലോ ഈ വീട്ടിലാകെ 3 റൂമുള്ളൂ, ശ്രീകാന്തിനും വർഷയ്ക്കും കിടക്കാനായിട്ട് റൂമില്ല. ഇന്നാണ് ഞാൻ അവരുടെ ശാന്തി മുഹൂർത്തത്തെ കുറിച്ചു, അതുകൊണ്ട് തന്നെ ഇന്നത്തെ അവരുടെ ശാന്തി മുഹൂർത്തം ഞാൻ തയ്യാറാക്കുന്നത്, അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി റൂം എടുക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങളുടെ റൂമാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് അമ്മേ എങ്ങനെ ശരിയാവും എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഓ നിനക്കിപ്പോൾ ബെഡിലേക്ക് കയറി കിടന്നപ്പോഴത്തേക്കും നിനക്ക് റൂം വിട്ടുകൊടുക്കാൻ മടിയാണല്ലേ, നിങ്ങളുടെ വീട്ടിൽ പണ്ട് എല്ലാവരും കൂടെ തറയിൽ പാവരിച്ചല്ലേ കിടന്നത്, പട്ടുമത്തയിലേക്ക് വന്നപ്പോൾ മാറിക്കിടക്കാൻ നിനക്ക് മടിയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര രേവതിയെ കുടുംബത്തിലെയും അവഹേളിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഈ സമയത്ത് രേവതി പറയുന്നുണ്ട്, അമ്മ പറഞ്ഞ നേരാണ്, പക്ഷേ എനിക്ക് വേണ്ടിയിട്ടല്ല സംസാരിച്ചത്, സച്ചേട്ടന് വേണ്ടിയിട്ടാണ്. സച്ചേട്ടൻ വണ്ടിയൊക്കെ ഓടിച്ച് ആകെ ക്ഷീണിതനായിട്ടാണ് വരുന്നത്, ആ സമയത്ത് ഒന്ന് കിടക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചന്ദ്ര പറയുന്നുണ്ട്, അതിന് ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ റൂം കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, 1-2 ദിവസത്തേക്ക് മാത്രം, പിന്നെ കിടക്കാൻ വേറെ സ്ഥലം ഇല്ലാഞ്ഞിട്ടല്ല, ഹാളിൽ സ്ഥലമുണ്ട്, ടെറസിൽ സ്ഥലമുണ്ട്, ഇഷ്ടം പോലെ നിങ്ങൾക്ക് നീണ്ടു നിവർന്ന് കിടക്കാം. പിന്നെ നീ തന്നെ പറഞ്ഞിട്ടില്ലേ വർഷം നല്ല കുട്ടിയാണെന്ന്, അപ്പം അങ്ങനെയുള്ള അവളെ ഇവിടെ വരുന്ന സമയത്ത് ഹാളിലും ടെറസിൻ്റെ മുകളിലും കൊണ്ട് കിടത്താൻ പറ്റുമോ, അത് നമ്മുടെ അച്ഛനല്ലേ നാണക്കേട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര രേവതിയുടെ മനസ്സ് മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ അവസാനം രേവതി അത് സമ്മതിക്കാറുണ്ടോ, വർഷയും ശ്രീകാന്തിനെ റൂമിൽ കിടത്താനായിട്ട് സമ്മതിക്കുകയാണ്. പോകുന്ന സമയത്ത് ചന്ദ്ര വീണ്ടും പറയുന്നുണ്ട്, നിന്റെ ഉത്തരവാദിത്തമാണ് സച്ചിയെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കുന്നത്, അതുകൊണ്ട് തന്നെ അവൻ വരുന്ന സമയത്ത് ഇവിടുന്ന് വേറെ ഒച്ചപ്പാടും വേളൊന്നും കേൾക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചന്ദ്ര അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് കാണിക്കുന്ന അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന രേവതിയുടെ അടുത്ത് വന്നിട്ട് ചന്ദ്ര പാല് റെഡിയായോ, പാല് വർഷയ്ക്ക് കൊടുക്കുന്ന സമയത്ത് ബദാമും മുന്തിരിയൊക്കെ ഇട്ട് നല്ല നല്ല നീറ്റായിട്ടുള്ള നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള പാല് കൊടുക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. കാരണം വർഷ പണക്കാരനായ ഒരാളുടെ മോളാണല്ലോ, അതേ രീതിയിൽ തന്നെ നമ്മൾ കെയർ ചെയ്യണം എന്നൊക്കെ പറയുകയാണ്. പക്ഷേ ചന്ദ്രയുടെ ഉദ്ദേശം എന്നത് സച്ചി അവിടെ വന്നുവോ, എന്താണ് ഇപ്പോഴത്തെ കണ്ടീഷൻ, അവൻ എന്താണ് പറഞ്ഞത് എന്നൊക്കെ അറിയാനായിട്ടാണ് വരുന്നത്. ഈ സമയത്ത് രേവതി പറയുന്നുണ്ട്, സച്ചേട്ടന് ഇതുവരെ വന്നിട്ടില്ലാമേ, എന്തായാലും സച്ചിയുടെ വരുമ്പോൾ ഞാൻ സംസാരിച്ചോളാം എന്നൊക്കെ പറയാണ്. അതിനുശേഷം ചന്ദ്ര അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ സച്ചി വരുന്ന സമയത്ത് ഒരു കട്ടൻ കാപ്പി എടുത്തതായിട്ട് രേവതിയോട് പറയുന്നുണ്ട്. രേവതി അടുക്കളയിലേക്ക് പോകുന്ന സമയത്താണ് റൂം തുറക്കുന്ന സച്ചി.
റൂമൊക്കെ അലങ്കരിച്ചേക്കുന്നത് കാണുമ്പോഴത്തേക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷവും. എന്നിട്ട് രേവതിയെ വിളിക്കുകയാണ്. രേവതി അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, എന്തായാലും കൊള്ളാം, ഒരു പിണക്കുന്നതിന് ശേഷം ഇങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും പിണങ്ങാൻ ഞാൻ തയ്യാറാണ് കേട്ടോ. എൻ്റെ രേവതി, ഈ പൂക്കളിലേക്ക് മണം അടിച്ചിട്ട് എനിക്ക് വേറെ എന്തൊക്കെ തോന്നും, നീ ഇങ്ങോട്ട് ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കട്ടിലേക്ക് വേഗം രേവതി പിടിച്ചിരുത്താൻ നോക്കാം കേട്ടോ. പെട്ടെന്ന് രേവതി പറയുന്നുണ്ട്, സച്ചേട്ടാ ഒന്ന് എഴുന്നേറ്റ്, അത് ആ കാലം പോലെ ആക്കല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും, എന്തിന്, ഇത് നമുക്ക് വേണ്ടിയിട്ട് നീ തയ്യാറാക്കിയതല്ലേ, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇനി എനിക്ക് ചായയും വേണ്ട ഒന്നും വേണ്ട, വാ രേവതി ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയുടെ കൈകളിലേക്ക് പിടിച്ച് വലിക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, സച്ചേട്ടാ ഇത് നമുക്ക് വേണ്ടിയിട്ടല്ല, ശ്രീകാന്തിനും വർഷയ്ക്കും വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോഴത്തേക്കും സച്ചി ദേഷ്യത്തോടു കൂടി തന്നെ അവിടെ നിന്ന് എഴുന്നേൽക്കാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആ ഒളിച്ചോടി പോയതിന് വേണ്ടിയിട്ടോ, അവനിവിടെ കേട്ടിക്കൊണ്ട് വന്നതും പറഞ്ഞിട്ട് ഇപ്പം എൻ്റെ റൂം അവന് കൊടുക്കണമെന്നോ, ഇത് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ സച്ചി പറയുന്ന സമയത്ത്, സച്ചിയായിട്ട് ഞാൻ പറയുന്നത് കേക്ക് എന്ന് രേവതി പറയുന്നുണ്ടെങ്കിലും സച്ചി അത് കേൾക്കാൻ തയ്യാറാവുന്നില്ല കേട്ടോ. ഒളിച്ചോടിപ്പോയനെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി മേളിലത്തെ നിലയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വരികയാണ്. ഈ സമയത്ത് സച്ചിയുടെ ഒച്ച കേട്ടുകൊണ്ട് ശ്രുതിയും ചന്ദ്രയും എല്ലാം അങ്ങോട്ടേക്ക് ഓടി വരികയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ആ ഒളിച്ചോടിപ്പോയനവിടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, എന്തിനാ എന്നെ വിളിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോഴത്തേക്ക് പറയാം, നിന്നെയല്ല വേറൊരുത്തരുണ്ടല്ലോ ഇവിടെ വിളിച്ചോടിപ്പോൾ, അവനെന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ചന്ദ്ര ചോദിക്കാനുണ്ട്. വേഗം സച്ചി പറയുന്നുണ്ട്, എൻ്റെ റൂം കൊടുക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞത്, എൻ്റെ റൂം കൊടുക്കേണ്ട കാര്യം എന്താ, അങ്ങനെ ഇപ്പം ഞാൻ കൊടുക്കാനും സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതി തടഞ്ഞു നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്ത് ശ്രുതിയും പറയുന്നുണ്ട്, അല്ല സച്ചി, അവർ പുതുമോടികളല്ലേ, ഇങ്ങനെയൊക്കെ സംസാരിക്കാമോ, എന്തായാലും 1-2 ദിവസത്തെ കാര്യമില്ല, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നൊക്കെ പറയുമ്പോഴത്തേക്കും വേഗം തന്നെ സച്ചി അവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കുണ്ടല്ലോ റൂം, എന്നാൽ പിന്നെ ആ റൂം കൊടുത്താൽ പോലെ അവന് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതി വേഗം തന്നെ ശ്രുതിയുടെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട്, ശ്രുതി വാ, എനിക്ക് നാളെ പാർലറിൽ പോകാനുള്ളതാണ് ശ്രുതി പറയുമ്പോഴത്തേക്കും ശ്രുതി പറയാം കേട്ടോ, അതിന് പാർലറിൽ പോകേണ്ട ഇരിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അത് തന്നെ, നിനക്ക് നാളെ പാർലറിൽ പോകാനുള്ളതാണ്, എനിക്ക് നാളെ കാർ ഷോറൂം പോകാനുള്ളത്, വാ വേഗം പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ വിളിച്ചുകൊണ്ട് അവൻ തടി തപ്പുകയാണ്. പിന്നീട് നമ്മുടെ ചന്ദ്രയുടെ നേർക്ക് സച്ചി തിരിയുന്ന നേരത്ത് ചന്ദ്ര പറയുന്നുണ്ട്, രേവതി വർഷയ്ക്കും ശ്രീകാന്തിന് വേണ്ടിയുള്ള ശാന്തി മുഹൂർത്തം കുറിച്ചതും അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയുള്ള റൂമെല്ലാം തയ്യാറാക്കിയതും നിന്നോട് സമ്മതം ചോദിച്ചിട്ടില്ലേ എന്നും ചോദിച്ചുകൊണ്ട് രേവതിക്കിട്ടൊന്ന് കുത്തുന്നു. അതായത് സച്ചി നേരെ രേവതിയുടെ നേർക്ക് തിരിയാൻ ഭാഗത്തിനുള്ള ഡയലോഗ് അടിക്കുകയാണ് ചന്ദ്ര. ഈ സമയത്ത് വേഗം തന്നെ സച്ചി രേവതിയെ നോക്കുന്നുണ്ട്. രേവതിയാണെങ്കിൽ ആകെ പതറിയ അവസ്ഥയിൽ നിൽക്കുകയാണ്. ഈ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.